ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്ന് ബ്രസീലിയൻ ലീഗിൽ നടന്ന മത്സരത്തിലും സാന്റോസിന് വിജയം നേടാൻ സാധിക്കാതെ പോയിട്ടുണ്ട്. സാവോ പോളോയായിരുന്നു എതിരാളികൾ. രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടിക്കൊണ്ട് സമനിലയിൽ പിരിയുകയായിരുന്നു. നെയ്മർ ജൂനിയർ ഈ മത്സരത്തിൽ കുറച്ച് മിനിറ്റുകൾ കളിച്ചേക്കും എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു. പക്ഷേ സാന്റോസും പരിശീലകനും നെയ്മറെ ഇന്നത്തെ മത്സരത്തിൽ കളിപ്പിച്ചിട്ടില്ല. ഏതായാലും സാന്റോസിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെയേറെ ബുദ്ധിമുട്ടേറിയ ഒരു സമയമാണ്. സീസണിലെ ആദ്യ മത്സരത്തിൽ സാന്റോസ് വിജയിച്ചിരുന്നു. അതിനുശേഷം 7 മത്സരങ്ങൾ കളിച്ചപ്പോൾ ഒരൊറ്റ മത്സരത്തിൽ പോലും വിജയിക്കാൻ സാന്റോസിന് കഴിഞ്ഞിട്ടില്ല. തുടർച്ചയായ 7ാമത്തെ മത്സരത്തിലാണ് വിജയം കണ്ടെത്താനാവാതെ സാന്റോസ് ഇപ്പോൾ മടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ പരിശീലകന്റെ സ്ഥാനം ഇപ്പോൾ ഭീഷണിയിലാണ്. ഏതായാലും നെയ്മർ ജൂനിയർ ഇപ്പോൾ സാന്റോസിനെ സഹായിക്കാൻ വേണ്ടി എത്തുകയാണ്. ഇക്കാര്യം സാന്റോസിന്റെ സൂപ്പർ താരമായ ഗാബിഗോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം മത്സരശേഷം പറഞ്ഞത് ഇങ്ങനെയാണ്: നെയ്മർ വളരെ പ്രധാനപ്പെട്ട താരമാണ്, എല്ലാവർക്കും ഒരു റോൾ മോഡലാണ്, ഞങ്ങളുടെ ക്യാപ്റ്റനാണ്, ഞങ്ങൾക്ക് അദ്ദേഹത്തെ സഹായിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ സമ്മർദ്ദം ഇല്ലാതെ ഞങ്ങളെ സഹായിച്ചുകൊണ്ട് കളിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചേക്കും. അദ്ദേഹം പൂർണ്ണ ശാരീരിക ക്ഷമത വീണ്ടെടുത്തുകൊണ്ടാണ് വരുന്നത്. ഞങ്ങളെയും ബ്രസീലിയൻ ദേശീയ ടീമിനെയും സഹായിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം കടന്നു വരുന്നത്. ഇതാണ് ഗാബിഗോൾ പറഞ്ഞിട്ടുള്ളത്. അതായത് നെയ്മർ ജൂനിയർ ഇപ്പോൾ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്, പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നൊക്കെയാണ് ഇപ്പോൾ ഗാബിഗോൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും അടുത്ത മത്സരം അത് ഫെബ്രുവരി 9 അർദ്ധരാത്രി നോറോസ്റ്റ എന്ന ടീമിനെതിരെയാണ് സാന്റോസ് കളിക്കുക. പൗളിസ്റ്റ A1 മത്സരമാണ്. ആ മത്സരത്തിൽ നെയ്മർ ജൂനിയർ കളിക്കും എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.